ചിക്കൻ വാങ്ങിക്കുന്ന ദിവസം ഒരല്പം ചിക്കൻ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കാം. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കും അതല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോൾ സെർവ് ചെയ്യാനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ബോൺലെസ് ചിക്കൻ ആയാലും എല്ലുള്ളതായാലും കുഴപ്പമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഒരു സവോളയും എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിജയ് ഫുഡ്സിൻ്റെ കടലപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കടലപ്പൊടിയും മൈദപ്പൊടിയും സമമായിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ കടലപ്പൊടിയും 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയുള്ള സമയം മാത്രമാണ് കൂടുതലുള്ളത്, അതല്ലെങ്കിൽ ഇത് തയ്യാറാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ കടലപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സവോളയും ഈ ഒരു പൊടികളും മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊടി കുറവുണ്ടെങ്കിൽ മനസ്സിലാവും. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടിയോ അതല്ലെങ്കിൽ കടലപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് വേണ്ടത്. നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. വീട്ടിൽ നിങ്ങൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കൽ ആവശ്യമില്ല കേട്ടോ. ഇത് നല്ല ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ കുറച്ചായിട്ട് എടുത്തിട്ട് കൊടുക്കുക. ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അതിൽ ആ ഒരു മസാലയും ഉള്ളിയൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് 2 വശവും ഒന്ന് നന്നായിട്ട് മുരിപ്പിച്ചെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, കാരണം ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ചിക്കൻ പക്കവടയുടെ അതേ ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലുള്ള ഈസിയാണ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്